പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ 7 ലക്ഷം ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കുറവ് വന്നിരുന്നു. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷനുകൾ എന്നിവയിൽ ഉൾപ്പെടുന്ന ഈ രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ലഭിച്ചിരുന്നതും ഇവർക്ക് താൽക്കാലികമായി ആനുകൂല്യം മുടങ്ങുകയും ചെയ്തിരുന്നു. അവസാനമായി സർക്കാർ 2 മാസത്തെ പെൻഷൻ വിതരണം നടത്തിയപ്പോൾ 1000 രൂപ വീതം കുറവ് വന്നവരുണ്ട്. ഇവർക്കുള്ള തുക വിതരണം കഴിഞ്ഞ ആഴ്ചയോടെ തന്നെ സർക്കാർ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവരുടെ കുടിശ്ശിക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തുക ലഭിക്കാത്ത ആളുകൾ അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും തന്നെ നൽകിയതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. 2 മാസത്തിലെ പെൻഷൻ തുക ഉള്ളതുകൊണ്ട് തന്നെ 300 ലഭിക്കേണ്ടവർക്ക് 600 രൂപ, 500 ഉള്ളവർക്ക് 1000 രൂപ ഇത്തരത്തിലാണ് വിതരണം നടത്തിയിരിക്കുന്നത്. തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ച കൊണ്ട് തന്നെ വിതരണം പൂർത്തിയാക്കും. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് 1600 രൂപയുടെ പെൻഷൻ വിതരണവും ആരംഭിക്കാൻ പോവുകയാണ്. ഏപ്രിൽ മുതൽ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുകൾ വന്നിരുന്നു. ഇതനുസരിച്ച് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം 20ഓടുകൂടി ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും പിന്നീട് 2 ദിവസം കഴിഞ്ഞ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും തുക എത്തിച്ചേരും. ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.